ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 13-ാം ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, യേശു ഈ ഭൂമിയിൽ രാജാവായാണ് ജനിച്ചത്. ഈ ഭൂമിയിൽ നമ്മെ പരിപാലിക്കുന്ന അനേകം അധികാരികളുണ്ട്, അനേകം സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഈശോയാണ് യഥാർത്ഥത്തിൽ നമ്മെ പരിപാലിക്കുന്നത്. കാരണം പരിപാലിക്കുന്ന രാജാവായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ ജനിച്ചത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ ഈശോയെ അന്വേഷിച്ചു വന്ന ജ്ഞാനികൾ യൂതന്മാരുടെ രാജാവായി ജനിച്ച ശിശു എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ജനന സമയത്ത് തന്നെ യേശു രാജാവാണ് എന്ന സൂചന നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ജനിക്കാൻ പോകുന്ന രക്ഷകനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ സമാധാനത്തിന്റെ രാജാവ് എന്ന് വിളിക്കപ്പെടുമെന്ന്. അവിടെയും യേശു രാജാവാണ് എന്ന സൂചന നമുക്ക് കാണാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ യേശുവിന്റെ മരണസമയത്ത് യേശുവിന്റെ കുരിശിന്റെ മുകളിൽ യൂതന്മാരുടെ രാജാവായ നസ്രായേൽക്കാരൻ യേശു എന്ന് എഴുതി വെച്ചിരുന്നു. ഈശോ യഹൂദരുടെ രാജാവാണെന്ന് ജനന സമയത്തും മരണസമയത്തും പറയപ്പെട്ടു. കാരണം ഈശോ രാജാവ് തന്നെയാണ്. ഇനി ഈ ഈശോ സ്വയമായി യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-37 വചനങ്ങളിൽ പിലാത്തുനോസിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ രാജാവ് തന്നെയാണ്, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ രാജാവാണ്. പക്ഷെ ഈശോയുടെ രാജ്യത്തിന് പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിന്റെ രാജ്യം പോലെയല്ല, ഈ ലോകത്തിന്റെ രീതികളല്ല, ഈ ലോകത്തിന്റെ സംവിധാനങ്ങളല്ല. ഈ രാജാവായ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭരണം നടത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും സന്തോഷം അനുഭവിക്കുന്നത്, സമാധാനം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മെ പരിപാലിക്കുന്ന രാജാവായ യേശുവിനെ നമുക്ക് തിരിച്ചറിയാം. അവിടുത്തെ രാജ്യത്തിൽ അംഗത്വം ലഭിക്കാൻ, അവിടുത്തെ രാജ്യത്തിൽ സ്ഥാനം ലഭിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ പരിപാലിച്ചാൽ നമുക്ക് മറ്റൊന്നിനും കുറവുണ്ടാവുകയില്ല. മനുഷ്യർ പരിപാലിച്ചാൽ നമുക്ക് കുറവുകൾ ഉണ്ടാകും. ചിലപ്പോൾ അനീതി നടന്നിരിക്കാം, ചിലപ്പോൾ നമുക്ക് ന്യായം കിട്ടിയില്ല എന്ന് വരും. പക്ഷെ കർത്താവ് ഭരണം നടത്തിയാൽ നമ്മളെല്ലാവരും സന്തോഷത്തിലായിരിക്കും. രാജാവായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ ഭരണം നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.